അന്തരീക്ഷ വായു മലിനീകരണം എന്ന വെല്ലുവിളി നമ്മൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ പ്രതിസന്ധികൾക്കിടയിലും വരും തലമുറയ്ക്കായി 2070 കാർബൺ ബഹിർഗമനം പൂജ്യത്തിലെത്തിക്കാൻ, അതായത് നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കാൻ പ്രതിജ്ഞയെടുത്ത രാജ്യമാണ് നമ്മുടേത്. മറ്റൊരു വശത്ത് പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ കോടികൾ കൊടുത്ത് ആശ്രയിക്കേണ്ടി വരുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയും നമുക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ ബദൽ ഊർജ്ജ സാധ്യതകൾ നമ്മുടെ രാജ്യത്തിന് അത്രമാത്രം അനിവാര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് ഹരിയാനയിൽ നിന്ന് കേൾക്കുന്ന ഒരു ട്രെയിനിൻ്റെ ചൂളം വിളി ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ സവിശേഷമാകുന്നത്. അത് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ അധിഷ്ഠിത ട്രെയിനാണ്. അതെ, ഭാവികാല ഇന്ധനമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഹൈഡ്രജൻ നമ്മുടെ രാജ്യത്തിൻ്റെ തലവര മാറ്റാൻ പോവുകയാണോ? അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. വെറും പച്ചവെള്ളം കൊണ്ട് ഒരു കൂറ്റൻ തീവണ്ടി ഓടിക്കാൻ സാധിക്കുമോ? എന്താണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ? ചൈനയേക്കാൾ വലിയ ലക്ഷ്യങ്ങളുമായി ഇന്ത്യ നടത്തുന്ന ഈ കുതിപ്പിന് പിന്നിലെ ശാസ്ത്രവും യാഥാർത്ഥ്യങ്ങളും എന്താണ്? ഹൈഡ്രജൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഓടിയെത്തുക ഹൈഡ്രജൻ ബോംബിനെ കുറിച്ചുള്ള ഓർമ്മകളാകാം. നമുക്കറിയാം, ആറ്റം ബോംബുകളേക്കാൾ 10 മടങ്ങ് വിനാശകാരിയാണ് ഹൈഡ്രജൻ ബോംബുകൾ. ആറ്റത്തെ പിളർത്തുമ്പോൾ, അതായത് ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ അളവിലുള്ള ഊർജമാണ് ആറ്റം ബോംബ് സ്ഫോടനമായി മാറുന്നത്. എന്നാൽ ഇതേ പ്രവർത്തനം വളരെ നിയന്ത്രിതമായ അളവിൽ റിയാക്ടറുകളിൽ ചെയ്യുമ്പോൾ അത് ഊർജത്തിൻ്റെ വലിയ കലവറയായ ആണവോർജം അഥവാ ന്യൂക്ലിയർ എനർജിയായി മാറുന്നു. ഇതേ തത്വം തന്നെയാണ് ഹൈഡ്രജന്റെ കാര്യത്തിലും ഉള്ളത്. ഹൈഡ്രജൻ വാതകം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി കലരുമ്പോൾ വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും ഭീമമായ തോതിൽ താപം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഹൈഡ്രജൻ ബോംബിന് പിന്നിലെ ശാസ്ത്രം. ആധുനിക കാലത്ത് ആണവശക്തിയെ നമ്മൾ വൈദ്യുതിക്കായി പ്രയോജനപ്പെടുത്തിയതുപോലെ ശാസ്ത്രലോകം ഇന്ന് ഹൈഡ്രജനെ ഭാവികാല ഊർജ്ജ സ്രോതസ്സായി മാറ്റിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ആണവ ഇന്ധനങ്ങൾ മാരകമായ റേഡിയോ ആക്റ്റീവ് ആണവ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഹൈഡ്രജൻ 100% പരിസ്ഥിതി സൗഹൃദമാണ്. സാമ്പത്തികമായും സാങ്കേതികമായും ലോകത്ത് മുൻനിരയിലുള്ള വൻകിട രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഹൈഡ്രജൻ വാതകത്തിൻ്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുന്നത്. വെറും പച്ചവെള്ളമുണ്ടോ എങ്കിലൊരു കൂറ്റൻ ട്രെയിൻ ഓടിക്കാം എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിൽ സർവീസിനൊരുങ്ങുന്ന രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന് ഇന്ധനമാകുന്നത് ഒരു അർത്ഥത്തിൽ വെറും പച്ചവെള്ളമാണെന്നതാണ് യാഥാർത്ഥ്യം. ഈ ട്രെയിനിൻ്റെ എഞ്ചിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന സംവിധാനമാണ് ഇവിടുത്തെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററികൾക്ക് സമാനമായ ഒരു സംവിധാനമാണിത്. സാധാരണ ബാറ്ററികളിൽ നെഗറ്റീവ് ഭാഗത്തെ ആനോഡെന്നും പോസിറ്റീവ് ഭാഗത്തെ കാഥോഡെന്നും വിളിക്കാറുണ്ടല്ലോ. ഇവിടെ ആനോഡ് ഭാഗത്തേക്ക് നൽകുന്നത് ഹൈഡ്രജൻ വാതകമാണ്. കാഥോഡ് ഭാഗത്താകട്ടെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജനും. ഈ ഹൈഡ്രജൻ വാതകത്തെ ഫ്യൂവൽ സെല്ലിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്ലാറ്റിനം കാറ്റലിസ്റ്റുകളിലൂടെ കടത്തിവിടുമ്പോൾ അത് ഹൈഡ്രജനെ ഇലക്ട്രോണും പ്രോട്ടോണുമായി വേർതിരിക്കുന്നു. സാധാരണ ബാറ്ററികളിലേതിന് സമാനമായി ഈ ഇലക്ട്രോണുകളുടെ ഒഴുക്ക് വലിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഈ വൈദ്യുതി ഉപയോഗിച്ചാണ് വാഹനങ്ങളിലെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് ആ മാജിക് സംഭവിക്കുന്നത്. സർക്യൂട്ട് പൂർത്തിയാക്കിയെത്തുന്ന ഹൈഡ്രജൻ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും കാഥോഡിലുള്ള ഓക്സിജനുമായി കൂടിച്ചേരുമ്പോൾ അവിടെ രാസപ്രവർത്തനം നടന്ന് ശുദ്ധമായ വെള്ളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നീരാവിയായോ വെള്ളമായോ പുറന്തള്ളപ്പെടും. അതായത് മലിനീകരണത്തിന് പകരം ശുദ്ധജലമാണ് ഈ ട്രെയിൻ പുറത്തുവിടുന്നത്. ഇതുകൂടാതെ പെട്രോൾ, ഡീസൽ എഞ്ചിനുകൾക്ക് സമാനമായി എഞ്ചിനിൽ നേരിട്ട് ഹൈഡ്രജൻ വാതകം ജ്വലിപ്പിക്കുന്ന ഇന്റേണൽ കമ്പസ്റ്റൻ രീതിയും നിലവിലുണ്ട്. ഇവിടെയും പുറന്തള്ളപ്പെടുന്നത് വെറും നീരാവിയും നേരിയ തോതിൽ നൈട്രജൻ ഓക്സൈഡുകളും മാത്രമാണ്. ചുരുക്കത്തിൽ 2 രീതിയും പൂർണ്ണതോതിൽ പരിസ്ഥിതി സൗഹൃദമാണ്. നിലവിൽ നമ്മുടെ രാജ്യത്ത് പരീക്ഷണ ഓട്ടം നടത്തിയ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഈ ട്രെയിൻ എഞ്ചിൻ്റെ മുകൾ ഭാഗത്താണ്
ഹൈഡ്രജൻ സംഭരണ ടാങ്കുകൾ സുരക്ഷിതമായി ഘടിപ്പിച്ചിട്ടുള്ളത്. എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് വലിച്ചെടുക്കും. തുടർന്ന് ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് ട്രെയിനിലെ ട്രാക്ഷൻ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഇനി ഇവിടെ മറ്റൊരു സാങ്കേതിക വിദ്യ കൂടിയുണ്ട്. ട്രെയിൻ ഓടുമ്പോൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ട്രെയിനിലെ കൂറ്റൻ ലിഥിയം ബാറ്ററികളിൽ സംഭരിച്ചു വെക്കും. ട്രെയിൻ വേഗത കൂട്ടേണ്ടി വരുമ്പോഴും വലിയ കയറ്റങ്ങൾ കയറേണ്ടി വരുമ്പോഴും ഈ ബാറ്ററിയിൽ നിന്നുള്ള ഊർജം കൂടി അധികമായി എഞ്ചിൻ ഉപയോഗപ്പെടുത്തും. എന്നാൽ എല്ലാ സാങ്കേതിക വിദ്യകൾക്കും ചില വെല്ലുവിളികൾ ഉണ്ടാകാറുണ്ട്. ഹൈഡ്രജൻ വാതക നിർമ്മാണത്തിന് വലിയൊരു പോരായ്മയുള്ളത് ഇതിന് വൻതോതിൽ ശുദ്ധജലം ആവശ്യമുണ്ട് എന്നതാണ്. വെറും 1 കിലോഗ്രാം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 11 ലിറ്റർ വരെ ശുദ്ധജലം ആവശ്യമായി വരും. ഇത് ഭാവിയിൽ നമ്മുടെ നാട്ടിൽ കുടിവെള്ള ദൗർലഭ്യത പോലെയുള്ള വലിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. എന്നാൽ നമ്മുടെ ശാസ്ത്രലോകം ഇതിനും മുൻകൂട്ടി പരിഹാരം കണ്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി മനസ്സിലാക്കി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ഇലക്ട്രോളിസിസ് മെഷീനുകൾ സ്ഥാപിക്കുന്നത് പ്രധാനമായും കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിലാണ്. കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ചെലവെന്ന് പറയുന്നത് ആകെ ഹൈഡ്രജൻ ഉൽപ്പാദന ചെലവിൻ്റെ വെറും 1% മാത്രമാണ്. ഇതിനെല്ലാം പുറമെ കടൽ ജലം നേരിട്ടുപയോഗിച്ച് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഇലക്ട്രോളിസിസ് മെഷീനുകൾ നിർമ്മിക്കുന്ന ഗവേഷണങ്ങളിൽ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ലോകത്തിൽ ആദ്യമായി ഒരു ഹൈഡ്രജൻ ഫ്യുവൽ സെൽ വികസിപ്പിക്കുന്നത് 1839 ബ്രിട്ടനിലാണ്. തുടർന്ന് ഹൈഡ്രജൻ ഇന്ധനമാക്കിയുള്ള ആദ്യ വാഹനം ഫ്രാൻസിൽ തയ്യാറാകുന്നത് 1860 എന്നാൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ലോകത്തെ ആദ്യത്തെ ഹൈഡ്രജൻ വാഹനം പുറത്തിറങ്ങാൻ 2013 വരെ കാത്തിരിക്കേണ്ടി വന്നു. ദക്ഷിണ കൊറിയൻ കമ്പനിയായ ഹുണ്ടായി ആണ് ഇത് സാധ്യമാക്കിയത്. തൊട്ടു പിന്നാലെ 2018 ജർമ്മനി ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും ട്രാക്കിലിറക്കി. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം. ലോകത്ത് ഇത്രയൊക്കെ മുന്നേറ്റങ്ങൾ പണ്ടേ നടന്നിട്ടും ഇന്ത്യയിൽ ഈ സാങ്കേതിക വിദ്യ എത്താൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? അതിന് കൃത്യമായ ചില കാരണങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാരണം, വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്ന ഇലക്ട്രോലൈസർ മെഷീനുകൾക്ക് ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ടായിരുന്നു. ഒരു വികസ്വര രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. രണ്ടാമതായി, അതീവ ഭാരക്കുറവുള്ളതും പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ളതുമായ ഹൈഡ്രജൻ വാതകത്തെ അതിമർദ്ദത്തിൽ സംഭരിക്കാനുള്ള പ്രത്യേക ടാങ്കുകളോ വിതരണ ശൃംഖലകളോ നമുക്കില്ലായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ വൻതോതിൽ വൈദ്യുതി ആവശ്യമാണ്. ഇതിനായി നമ്മൾ കൽക്കരി നിലയങ്ങളിലെ വൈദ്യുതി ഉപയോഗിച്ചാൽ ഗ്രീൻ ഹൈഡ്രജൻ എന്ന ലക്ഷ്യം പരാജയപ്പെടും. അതുകൊണ്ട് 100% പരിസ്ഥിതി സൗഹൃദമാക്കാൻ സോളാർ, വിൻഡ് എനർജി എന്നിവ ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപ്പാദനം കൂടുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. കൂടാതെ സമീപകാലത്ത് ലിഥിയം ബാറ്ററികളിൽ അധിഷ്ഠിതമായ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതും ഇതിന് സമയമെടുത്തു. എന്നാൽ ഇന്ന് കളി മാറിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഏകദേശം 19,744 കോടി രൂപയുടെ ഭീമമായ തുക പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തി നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. 1 ലിറ്റർ പെട്രോളിനേക്കാൾ 3 ഇരട്ടി ഊർജം നൽകാൻ വെറും 1 കിലോഗ്രാം ഹൈഡ്രജന് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മണിക്കൂറുകളോളം റീചാർജ് ചെയ്യാൻ സമയം വേണമെങ്കിൽ ഹൈഡ്രജൻ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും അടിക്കുന്നത് പോലെ വെറും മിനിറ്റുകൾക്കുള്ളിൽ ടാങ്ക് നിറയ്ക്കാൻ സാധിക്കും. വാഹനങ്ങൾക്ക് പുറമെ സ്റ്റീൽ നിർമ്മാണം, രാസവസ്തുക്കളുടെ ഉൽപ്പാദനം, എണ്ണ ശുദ്ധീകരണം തുടങ്ങിയ വൻകിട വ്യവസായങ്ങളിലും ഇത് ഉപയോഗിക്കാം. ഇന്ത്യൻ റെയിൽവേയെ പൂർണ്ണമായും കാർബൺ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ്. ഇതിൻ്റെ ഭാഗമായാണ് ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് എന്ന 89 കിലോമീറ്റർ പാതയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഇതിനാവശ്യമായ ഗ്രീൻ ഹൈഡ്രജൻ ലഭ്യമാക്കാൻ ജിന്ദിൽ തന്നെ പ്രത്യേക ഹൈഡ്രജൻ ഉൽപ്പാദന പ്ലാന്റും രാജ്യത്തെ ഏറ്റവും വലിയ റീഫ്യൂവലിംഗ് സ്റ്റേഷനും സ്ഥാപിച്ചിട്ടുണ്ട്. 10 കോച്ചുകളുള്ള ഈ അത്യന്താധുനിക ട്രെയിനിൽ 2400 കിലോവാട്ട് ശേഷിയുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബ്രോഡ് ഗേജ് പ്ലാറ്റ്ഫോമിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയതും ശക്തവുമായ ഹൈഡ്രജൻ ട്രെയിൻ സെറ്റാണിത്.
ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിലാണ് ഇത് സർവീസ് നടത്തുക. നിലവിലെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഹൈഡ്രജൻ ട്രെയിനുകളുടെ പരമാവധി വേഗത മണിക്കൂറിൽ 75 മുതൽ 110 കിലോമീറ്റർ വരെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് പോലുള്ള അതിവേഗ ട്രെയിനുകൾ ഓടുന്ന പ്രധാന പാതകളിൽ ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. കൂടാതെ ഒരു ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിക്കാൻ മാത്രം ഏകദേശം 80 കോടി രൂപയും ഓരോ റൂട്ടിലും ഇന്ധന പ്ലാന്റുകൾ സ്ഥാപിക്കാൻ 70 കോടി രൂപയും ചിലവ് വരും. അതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ട്രെയിനുകൾ ഒന്നിച്ച് ഹൈഡ്രജനാക്കി മാറ്റുന്നത് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. അതിനാലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള ഹെറിറ്റേജ് പാതകളിൽ ഒതുക്കുന്നത്. ഇലക്ട്രിക് ലൈനുകൾ സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പരിസ്ഥിതി ലോലവുമായ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, കൽക്ക ഷിംല പാത, മഥേരാൻ ഹിൽ റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ തുടങ്ങിയ ടൂറിസ്റ്റ് റൂട്ടുകളിൽ ഘട്ടം ഘട്ടമായി 35 ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ മലിനീകരണം ഉണ്ടാക്കുന്ന കൽക്കരി ഡീസൽ എഞ്ചിനുകൾക്ക് പകരം ഹൈഡ്രജൻ ട്രെയിനുകൾ എത്തുമ്പോൾ മലിനീകരണ പ്രതിസന്ധി ഒറ്റയടിക്ക് പരിഹരിക്കപ്പെടും. ഭാവിയിൽ ചെലവ് കുറയുന്ന മുറയ്ക്ക് ഇത് ദീർഘദൂര പാസഞ്ചർ ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കും. നിലവിൽ ആഗോളതലത്തിൽ ഹൈഡ്രജൻ ഇന്ധന മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ്. ലോകത്തെ ഗ്രീൻ ഹൈഡ്രജന്റെ 60% ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ചൈനയ്ക്ക് പുറമെ അമേരിക്കയും ഓസ്ട്രേലിയയും യൂറോപ്യൻ യൂണിയനും ഒപ്പമുണ്ട്. കണക്കുകൾ പ്രകാരം ചൈന 2031 ലക്ഷ്യമിടുന്നത് ഏകദേശം 2.6 മില്യൺ ടൺ ഹൈഡ്രജൻ ഉൽപ്പാദനമാണ്. എന്നാൽ 2030 ഇന്ത്യ ലക്ഷ്യമിടുന്നത് 5 മില്യൺ മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനമാണ്. അതായത് ചൈനയേക്കാൾ ഇരട്ടി ഉൽപ്പാദനം. ചൈന 1960 മുതൽ തന്നെ ഈ രംഗത്തുണ്ട്. എന്നാൽ ഇന്ത്യ ഗൗരവപൂർവമായ നടപടികൾ തുടങ്ങിയിട്ട് വെറും 3 വർഷമേ ആയിട്ടുള്ളൂ. അടുത്ത 4 വർഷത്തിനുള്ളിൽ ചൈന ഇത്രയും കാലം കൊണ്ട് കൈവരിച്ച നേട്ടത്തെ മറികടക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനായി പാരമ്പര്യേതര വൈദ്യുതി ഉൽപ്പാദനം 125 ജിഗാവാട്ടായി നമ്മൾ ഉയർത്തും. ചെലവ് കുറഞ്ഞ ഇലക്ട്രോലൈസർ മെഷീനുകൾ നിർമ്മിക്കുന്നതിനടക്കം ചൈന ബഹുദൂരം മുന്നിലാണെങ്കിലും കൃത്യമായ ആസൂത്രണത്തിലൂടെ ഇതിനെ നമുക്ക് മറികടക്കാനാകും. രാജ്യത്തെ ബൃഹത്തായ സ്വകാര്യ സംരംഭകരുടെ ശൃംഖലയും ഈ ശ്രമങ്ങൾക്ക് കരുത്താകും. വൻകിട വ്യവസായശാലകളിൽ ഹരിത ഊർജ്ജ നയം നടപ്പിലാക്കുന്നതോടെ ഹൈഡ്രജൻ ഇന്ധനത്തിന് ആഭ്യന്തര വിപണി ഉറപ്പാക്കാൻ നടപടിയായിട്ടുണ്ട്. ഭീമൻ മുതൽ മുടക്ക് വേണ്ടതിനാൽ മടിച്ചു നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി സാധ്യതയും നമുക്കുണ്ട്. ഈ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ആകെ 8 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് രാജ്യത്തേക്ക് വരുന്നത്. അത് ശാസ്ത്ര സാങ്കേതിക വ്യാവസായിക മേഖലകളിൽ 6 ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഏറ്റവും വലിയ നേട്ടം എന്തെന്നാൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ഇറക്കുമതിയിലൂടെ വിദേശത്തേക്കൊഴുകുന്ന പണത്തിൽ 1 ലക്ഷം കോടി രൂപ രാജ്യത്തിന് ലാഭിക്കാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ ഹൈഡ്രജൻ യാത്രാ തീവണ്ടികളിലാണ് എത്തുന്നതെങ്കിലും വലിയ താമസിയാതെ തന്നെ ഹൈഡ്രജൻ ചരക്ക് തീവണ്ടികളും നമ്മുടെ ട്രാക്കുകളിൽ എത്തും. നമ്മുടെ നിരത്തുകളിൽ ഹൈഡ്രജൻ ബസ്സുകളും ട്രക്കുകളും കാണാൻ പോകുന്ന കാലവും വിദൂരമല്ല. ഭാവിയിൽ കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും വരെ ഈ സാങ്കേതിക വിദ്യ എത്തുമ്പോൾ ഇന്ത്യയുടെ ഇന്ധന സ്വയം പര്യാപ്തത ഒരു പുതിയ തലത്തിലെത്തും. 2070 സീറോ കാർബൺ എന്ന ആ വലിയ സ്വപ്നത്തിലേക്ക് നമ്മൾ അതിവേഗം ഓടിയെത്തും.